ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികൾ സമൂഹമേ, നിങ്ങളേവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാസത്തെ 19-ാമത്തെ ദിവസം, ഈ വർഷത്തെയും 19-ാമത്തെ ദിവസം. ഇന്നത്തെ ധ്യാന വിഷയം: ശുദ്ധിയിലേക്കുള്ള യാത്ര ആര് ചെയ്യുന്നുവോ അവർ സ്വർഗരാജ്യ അവകാശി ആകും. ശുദ്ധിയിലേക്കുള്ള യാത്ര ആര് ചെയ്യുന്നുവോ അവർ സ്വർഗരാജ്യ അവകാശി ആകും എന്നതാണ്. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ എന്ന് 81-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറയുന്നത് നമ്മൾ ഏവരും ഉരുവിടുന്നുണ്ട്. ഒരാൾ ഏറ്റവും അധികം ശുദ്ധീകരിക്കപ്പെടുന്നത് എപ്പോഴാണ്? കുമ്പസാര പ്രാർത്ഥനയോളം ഒരാളെ ശുദ്ധീകരിക്കുന്ന മറ്റൊന്നില്ലെന്ന് നിസ്സംശയം പറയാം. അവിടെ ഒഴുകിയിറങ്ങുന്ന കണനീർ കണങ്ങൾ അയാളുടെ ആത്മാവിൻ്റെ ശുദ്ധതയുടെ തെളിനീരാണ്. പശ്ചാത്താപത്തിൻ്റെ നെരിപ്പോടുകളിലും സങ്കടക്കടലുകളുടെ ആഴങ്ങളിലും ഏകാന്തതയുടെ കൊടുമുടികളിലും ദൈവത്തോടടുത്തുള്ള ധ്യാനങ്ങളിലും അവൻ തീർച്ചയായും ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവവചനമാണ് ഒരുവന്റെ ശുദ്ധീകരണത്തിനുള്ള ഏക മാർഗം. വചനം കൊണ്ട് മുഖം നോക്കുമ്പോൾ എന്തൊരു ആന്തരിക ശുദ്ധീകരണമാണ് നടക്കുന്നത്. ലോകത്തിൻ്റെ മലിനതകളിൽ നിന്ന് അകന്നു മാറി വേറിട്ട ഇടം രൂപപ്പെടുത്തി ജീവിക്കുന്നതിലല്ല, ലോകത്തിൽ തന്നെ ജീവിക്കുമ്പോഴും വിശുദ്ധി കൈമോശം വരാതിരിക്കലാണ് നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാലും നാം അതിൻ പ്രകാരം ജീവിക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ ചോദിക്കേണ്ട സമയത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അവിടെയാണ് യെശയ്യാവ് നമുക്ക് പ്രചോദനം നൽകുന്നത്, ഒരു മാതൃകയായി മാറുന്നത്. ദൈവിക ആരാധനയുടെ സൗരഭ്യത്തിലും വചനവായനയുടെ നിമിഷങ്ങളിലും യെശയ്യാവിനെ പോലെ കനലിൽ നമ്മുടെ വാക്കുകളും ചിന്തകളും ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകുകയില്ല. നാം മനസ്സിലാക്കേണ്ടത്, സ്വർണം ഉൾപ്പെടെയുള്ള എല്ലാ ലോഹങ്ങളും മൂല്യവത്താകുന്നത് അഗ്നിശുദ്ധിയുടെ കാഠിന്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്ന് നമുക്കറിയാമല്ലോ. മനുഷ്യജീവിതം കടന്നു പോകേണ്ട ഏറ്റവും അനിവാര്യമായ ജീവിത അനുഭവവും ശുദ്ധീകരണം തന്നെയാണ്. അനുദിന ജീവിതത്തിലെ വിവിധ സംഭവങ്ങളും വ്യക്തികളും നമ്മെ മലിനമാക്കാൻ ഇടയാകുമ്പോഴും അത്തരം സാധ്യതകളെ അതിജീവിച്ച് വിശുദ്ധീകരണത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകാൻ നമ്മൾക്ക് കഴിയണം. അങ്ങനെ കഴിയുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട അവസരത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം ഇന്നത്തെ ലോകത്ത് നാം എവിടെയോട്ട് തിരിഞ്ഞു നോക്കിയാലും എല്ലാവർക്കും ഈ ലോക ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളാണ് നാം കാണുന്നത്. സത്യം എന്ന ആ ഒരു ചിന്ത എത്ര പേരിലുണ്ട് എന്ന് നമ്മൾ അവരെ ശരിക്കും ഒന്ന് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകും. എല്ലാവർക്കും ഈ ലോക സുഖങ്ങൾ മാത്രം മതി, അതിനുവേണ്ടി എന്ത് തെറ്റും ചെയ്യുവാൻ അവർ തയ്യാറായിരിക്കുന്ന കാലം. അതിൽ നിന്നൊക്കെയും നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് കുമ്പസാരിച്ച് കുർബാന അനുഭവിക്കണം. കുമ്പസാരിക്കാൻ പോകുന്നതിന് മുമ്പ് നാം 7 മസ്മൂറുകളുള്ളത് അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി അനുദപിച്ച് നെഞ്ചത്ത് കൈവച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചിട്ട് പോകുന്നുവെങ്കിൽ മാത്രമേ ആ വിശുദ്ധ കുർബാന അനുഭവം നമുക്ക് അനുഗ്രഹിക്കപ്രദമാകുകയുള്ളൂ. ആ മസ്മൂറുകൾ ഞാൻ പറയാം: 6, 32, 38, 51, 102, 130, 143 എന്നീ സങ്കീർത്തനങ്ങളാണ്. ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ കാലം ചെയ്ത ജോഷുവാച്ചൻ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുമ്പോഴാണ് നമ്മൾ എത്രയോ വലിയ പാപികളാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നാം എപ്പോഴൊക്കെ വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ പോകുന്നുവോ ആ അവസരത്തിൽ നാം ഈ മസ്മൂറുകൾ വായിച്ച് അനുദപിച്ചതിന് ശേഷം മാത്രമാണ് നാം പോകേണ്ടത്. കഴിഞ്ഞ കുമ്പസാരത്തിനും ഈ കുമ്പസാരത്തിനും ഇടയിൽ നമ്മൾ എന്തൊക്കെ പാപം ചെയ്തുവോ അതൊക്കെയും നമ്മൾ ഓർത്തെടുത്ത് ദൈവത്തിന് മുമ്പിൽ വളരെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച്, ദൈവമേ, മഹാഭാവിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നാം
അവൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നുവെങ്കിൽ മാത്രമേ ആ കുർബാന അനുഭവത്തിലൂടെ നമുക്ക് അനുഗ്രഹമുണ്ടാകുകയുള്ളൂ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ ശുദ്ധി ഉള്ളവനായി തീരണമെന്നുണ്ടെങ്കിൽ, ആ ശുദ്ധതയിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ശുദ്ധിയിലേക്ക് യാത്ര ആര് ചെയ്യുന്നുവോ അവർ സ്വർഗരാജ്യ അവകാശിയാകുമെന്നുള്ള നമ്മുടെ പിതാക്കന്മാർ നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിനായി നാം ആ പാതയിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട്. ഒരു ദിവസം തീരെ കുറഞ്ഞത് 3 അധ്യായം എങ്കിലും വേദപുസ്തകം വായിക്കുകയും അത് വായിച്ച് ഗ്രഹിക്കുകയും അതോടൊപ്പം തന്നെ ആ വേദപുസ്തക ഭാഷ്യത്തിൽ നിന്ന് അതിനെ ശരിക്ക് ഗ്രഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.